ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് ഇന്നൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ? എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നോക്കിയപ്പോൾ കുറേ വാക്സ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. വാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ അല്ലേ, നമുക്കൊന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ച് ഇന്നലെ പോയി കുറേ വാക്സ് വാങ്ങിച്ചു. 2-3 വീടുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു. കുഴപ്പമില്ല, എന്നാലും ആ വീടുകളിൽ നിന്നൊക്കെ കുറേ വാക്സ് ഞാൻ കളക്ട് ചെയ്തു. അതായത് അവർ യൂസ് ചെയ്ത ക്യാൻഡിൽസിൻ്റെ ഒക്കെ ബാക്കി വന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ത്രെഡില്ല. ഇത് ഇനിയിപ്പോൾ അവർക്ക് ക്യാൻഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതുപോലെ കുറേ വാക്സ് ഇതുപോലെ വാക്സ് എനിക്ക് കിട്ടി. ഇനി ഇതിനെല്ലാം നമുക്ക് ഉരുക്കിയിട്ട് ഒരു ക്യാൻഡിലാക്കിയാലോ? എങ്ങനെ ആവുമെന്നൊന്നും അറിഞ്ഞൂട. വലിയ പ്രൊഫഷണൽ ടൈപ്പൊന്നും അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ശരിയാവുമെന്നൊന്നും അറിഞ്ഞൂട. ഏത് കളറിൽ ഏത് രൂപത്തിലൊന്നും വരാമെന്ന് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ മേടിച്ച ക്യാൻഡിൽ ഇങ്ങനെയായിരുന്നേ. ഇത് തീർന്നു, ഈ ക്യാൻഡിൽ ഓൾറെഡി തീർന്നിട്ട് ഞാൻ ആ ഗ്ലാസ് ഞാൻ അവിടെ തന്നെ വെച്ചപ്പോൾ ഇതൊക്കെ ഉരുക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ഒരു ത്രെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലാവുമല്ലോ എന്നുള്ളൊരു പരീക്ഷണമാണ്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താവുമോ എന്തോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കാത്ത ഒരു പാത്രം എൻ്റെ ഉണ്ട്. ആ പാത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ ഈ വാക്സുകളെല്ലാം ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുക. ഇത് കണ്ടോ, നമ്മൾ ഇതിൻ്റെ അകത്തിട്ട വാക്സ് മുഴുവനും ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി നല്ല വെളുത്ത കളറിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത്ര നല്ല കളറിലൊന്നും അല്ല കേട്ടോ ഈ ഉരുക്കിയ വാക്സ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഇതിൽ കുറേ ത്രെഡൊക്കെ ഉണ്ടായിരുന്നു. ആ ത്രെഡും കുറേ പൊടി പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ താഴോട്ട് സെറ്റിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മേളിലുള്ള ഈ ഉരുക്കിയ വാക്സ് മാത്രം ഈ ഒരു ഗ്ലാസ് ബൗളിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വാക്സ് മുഴുവനും ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് നമ്മൾ ഈ 2 ബൗളിലോട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാം. എങ്ങനെ വരുമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ വാക്സ് ഒക്കെ ഒരുമാതിരി ഒരു നല്ല കളറിലൊന്നും അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ ഇരിക്കുകയാണല്ലോ. എല്ലാ വാക്സും കൂടെ എടുത്ത് ഞാൻ മെൽറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എല്ലാം വൈറ്റ് കളറിലൊന്നും അല്ല കാണുന്നത്. പിന്നെ കുറേ പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, അതൊന്നും മാറ്റാൻ പറ്റുന്നില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ 2 ത്രെഡ് ഈ ഒരു നൈഫിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ത്രെഡ് ആ വാക്സിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇറക്കി വെച്ചേക്കുവാണ്. സോ ദാറ്റ് അതങ്ങ് ഉറച്ച് വരുന്ന സമയത്ത് ഇതങ്ങ് റെഡി ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടറിയാം ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ വരുമെന്നുള്ളതൊന്നും. അപ്പം എനിവേ, എൻ്റെ ക്യാൻഡിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒന്ന് എന്താ പറയുക, തണുത്തിട്ട് ശരിയാകുമ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ 2 ക്യാൻഡിൽസ് അങ്ങനെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതൊരു ക്യാൻഡിൽ, ഇത് 2ാമത്തെ ക്യാൻഡിൽ. അങ്ങനെ 2 ക്യാൻഡിലും അങ്ങനെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല വലിയ ക്യാൻഡിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഡെയിലി കത്തിക്കും. നിങ്ങൾ ഇതുപോലെ ക്യാൻഡിൽ ഉണ്ടാക്കണം. ഫ്രീ വാക്സ് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും.
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ക്യാൻഡിൽസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ബാക്കി വരുന്നതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ. അപ്പോൾ എന്തായാലും ക്യാൻഡിൽ റെഡി.